السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما آتيتم من ربا ليربو في أموال الناس فلا يربو عند الله وما آتيتم من زكاة تريدون وجه الله فأولئك هم المضعفون. صدق الله العظيم. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് വളർച്ചയെക്കുറിച്ചും ഉയരുന്ന സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചും കോടിക്കണക്കിന് ഡോളറുകളുടെ കണക്കിനെക്കുറിച്ചുമാണ്. എന്നാൽ ഈ ലോകത്ത് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴികളിൽ ആണ്ട് വീണുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദിവസം മുഴുവൻ പണിയെടുത്തിട്ട് കടം മാത്രം ബാക്കിയാക്കി രാത്രികളിൽ വിശപ്പിനായി കിടന്നുറങ്ങുന്ന എത്രയോ ഉമ്മമാരാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. ലോകത്ത് വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സമ്പത്തിൻ്റെ ശതമാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നെല്ലാം പറയുമ്പോഴും ലോക ജനസംഖ്യയുടെ പകുതിയും $8.30 താഴെ മാത്രം ദിവസ വരുമാനം വാങ്ങുന്നവരാണ് ഇന്ന് ലോകത്തുള്ളത്. ലോകത്തിലെ 27 രാജ്യങ്ങളുടെ കൂടുതൽ ആളുകളുടെയും പ്രശ്നമെന്നുള്ളത് ജീവിത ചെലവാണ്. മുതലാളിമാരും മറ്റു പ്രമുഖരും ഉയർന്ന മുന്തിയ തീന്മേശകളിൽ വിഭവസമൃദ്ധവും രുചികരവുമായ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ സാധാരണക്കാരൻ്റെ പാത്രത്തിൽ ഇന്നും അത് കാണുവാനില്ല. മുന്തിയ വാഹനങ്ങളിൽ ചീറിപ്പായുമ്പോൾ സാധാരണക്കാർ മോശമായ വഴികളിലൂടെ തിങ്ങി നിരങ്ങിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇന്ന് നമുക്ക് ചുറ്റും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ പല വീഴ്ചകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമകാലിക അവസ്ഥയിൽ ഇന്ന് നമുക്ക് വികസനമുണ്ടോ എന്ന് ഉള്ളത് വളരെ വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇതിനൊക്കെ എന്താണ് പരിഹാരം? ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലായി സോഷ്യലിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ്, അതുപോലെ ഇത് രണ്ട് സമ്മിശ്രമായ സാമ്പത്തിക വ്യവസ്ഥകളിൽ നിന്ന് രാജ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കണക്കുകൾ നമ്മളെ വിളിച്ചറിയിക്കുന്നത് ഇന്നും രാജ്യത്ത് കൃത്യമായ സന്തുലിതമായ ഒരു സാമ്പത്തിക അവസ്ഥയില്ലെന്നാണ്. എന്നാൽ ഇതിനെല്ലാം പരിഹാരമായി നമുക്ക് മുന്നിൽ വെക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയുണ്ട്. അതാണ് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ എന്നുള്ളത് വെറും ഒരു സാമ്പത്തിക ശാസ്ത്രമല്ല. അത് ദൈവിക ദർശനത്തിൽ അടിസ്ഥാനമാക്കിയ മാനുഷിക മൂല്യങ്ങൾക്ക് പരിഗണന നൽകുന്ന ഒരു ജീവിത മാതൃകയാണ്. അതിൻ്റെ പ്രധാന തൂണുകൾ എന്നുള്ളത് ഒന്നാമതായി തൗഹീദ്,
ഏകദൈവത്വം. അതായത് ഒരു മനുഷ്യൻ സമ്പത്ത് സമ്പാദിക്കുമ്പോൾ, ശേഖരിക്കുമ്പോൾ അത് താൻ എന്തിന് ചെലവഴിക്കണം എന്നതിനും താൻ ശേഖരിക്കുന്ന സമ്പത്ത് എങ്ങനെയൊക്കെ തനിക്ക് ശേഖരിക്കാൻ കഴിയും എന്നതിലേക്ക് ഒരു അതിർവരമ്പ് ഇടുന്ന ഒന്നാണ്. രണ്ടാമതായി റുബാബിയത്ത്, പരിപാലകത്വം. അല്ലാഹു തആല എല്ലാ സൃഷ്ടികളെയും പരിപാലിക്കുന്നു. അപ്പോൾ അവൻ്റെ സൃഷ്ടികളെ നമുക്ക് ചുറ്റുമുള്ള മറ്റു സൃഷ്ടിജാലങ്ങളെ ഈ ക്യാപിറ്റലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥയെ പോലെ ലാഭമുണ്ടാക്കാൻ എന്തും ചെയ്യാം എന്നൊരു ആശയത്തിനുപരിയായി മറ്റു സൃഷ്ടികളെയും ജന്തുജാലങ്ങൾക്കും പരിഗണന നൽകണം എന്നൊരു ആശയം വെക്കുന്നുണ്ട്. മൂന്നാമതായി ഖിലാഫത്ത്. അല്ലാഹു തആല പറഞ്ഞതുപോലെ മനുഷ്യർ ഈ ഭൂമിയുടെ ഖലീഫയാണ്. അപ്പോൾ ഈ ഭൂമിയെ സംരക്ഷിക്കാനും അതിൽ സന്തുലിതാവസ്ഥ നിലനിർത്താനും നമ്മൾ ബാധ്യസ്ഥരുമാണ്. അതുപോലെ തന്നെ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയിൽ ചില വിലക്കുകളുണ്ട്. അതിൽ ഒന്നാമതായിട്ടുള്ളത് റിബ. അല്ലാഹു തആല പറയുന്നു, വമാ ആതൈതും മിൻ റിബൻ ലിയർബു ഫീ അംവാലിൻ നാസ് ഫലാ യർബു ഇൻദല്ലാഹ്. റിബ അതായത് പലിശ. ഇന്നത്തെ ചുറ്റുപാടിൽ നോക്കുകയാണെങ്കിൽ എത്ര ആളുകളാണ് സമ്പന്നതയിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ആവശ്യങ്ങൾക്ക് വേണ്ടി, വീട് പണിക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വായ്പ എടുക്കുകയും പലിശ കാരണം ദാരിദ്ര്യത്തിലേക്ക് വീണു പോകുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ പലിശ എന്നുള്ളത് പണക്കാരനെ വീണ്ടും പണക്കാരനും ദരിദ്രനെ ദരിദ്രനാക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അതിനാൽ ഇസ്ലാം അതിനെ നിരോധിച്ചിരിക്കുന്നു. രണ്ടാമതായി ഗറർ അഥവാ വഞ്ചന. സാമ്പത്തിക ഇടപാടുകൾ എപ്പോഴും സുതാര്യമായിരിക്കണം. അതിൽ വഞ്ചനയോ അല്ലെങ്കിൽ അനിശ്ചിതത്വമോ ഉണ്ടാകാൻ പാടില്ല. മൂന്നാമതായി പൂഴ്ത്തിവെപ്പ്. നമ്മുടെ സമ്പത്ത് അല്ലെങ്കിൽ പണം, മറ്റു വിഭവങ്ങൾ അത് സമൂഹത്തിലൂടെ ചാക്രമണം ചെയ്യണം. ഒരു നിശ്ചിത വിഭാഗത്തിനോ അല്ലെങ്കിൽ വ്യക്തികളുടെ കൈകളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. വിഭവങ്ങളും മറ്റും എല്ലാ ജനങ്ങൾക്കും സുതാര്യമായി ലഭിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ്, നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗ്യപരീക്ഷണങ്ങൾ. ഭാഗ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾ, കസിനോസ് പോലെ അല്ലെങ്കിൽ മറ്റു ക്രിപ്റ്റോ കറൻസികൾ വെച്ച് ഇല്ലാത്ത ഊഹം മാത്രമായ സംഗതികളിൽ നടത്തുന്ന കച്ചവടങ്ങൾ, ഇതെല്ലാം ഇസ്ലാം നിരോധിച്ചിരിക്കുന്നു. അതുപോലെ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ അത് ലോകത്ത് അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ ചില സ്ഥാപനങ്ങൾ ഇസ്ലാമിലുണ്ട്. അതിൽ ഒന്നാമതായിട്ടുള്ളത് സക്കാത്താണ്. അഥവാ സക്കാത്ത് എന്നുള്ളത് ഒരു ദാനമല്ല, അത് ദരിദ്രരുടെ അവകാശമാണ്. അതിനെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഇന്നത്തെ ദാരിദ്ര്യത്തിൻ്റെ കണക്കുകൾ നമുക്ക് ഗണ്യമായി കുറക്കാൻ സാധിക്കും. രണ്ടാമതായിട്ടുള്ളത് ബൈത്തുൽ മാൽ. ഉമർ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ കൊണ്ടുവന്ന പെൻഷൻ, അതുപോലെ മറ്റു ജനക്ഷേമ പദ്ധതികൾ, ഇതെല്ലാം നടപ്പാക്കാൻ ഒരു പൈസ അല്ലെങ്കിൽ സമ്പത്ത് സൂക്ഷിച്ച് വെക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. അതായിരുന്നു ബൈത്തുൽ മാൽ. മൂന്നാമതായിട്ടുള്ളത് വഖഫ്. ഇസ്ലാമിൻ്റെ സമ്പത്ത് അല്ലെങ്കിൽ ഒരു വ്യക്തി തൻ്റെ സമ്പത്തിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചു, പിന്നെ അതിനെ വിൽക്കാനോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാനോ കഴിയാത്ത രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും പള്ളികളും സ്ഥാപിക്കാനായി നൽകുന്ന ഭൂമികൾ,
അങ്ങനെ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ അങ്ങനെ പല സ്ഥാപനങ്ങളിലായി പല ഉത്തരവാദിത്തങ്ങളും വീതിച്ചു കൊടുത്തിരിക്കുന്നു. ഈ സ്ഥാപനങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെടുത്തി കൃത്യമായി പ്രവർത്തിച്ചാൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ലോകത്തിലെ പല ദാരിദ്ര്യ അസമത്വങ്ങളും മറ്റും ഇല്ലാതാക്കി വളരെ കൃത്യമായ ഉദാത്തമായ ഒരു സാമ്പത്തിക വ്യവസ്ഥ നമുക്ക് മുന്നിൽ കാണാൻ കഴിയും. എന്നാൽ പലരും ചോദിക്കും, ഈ ഒരു സാമ്പത്തിക വ്യവസ്ഥ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ? തീർച്ചയായും കഴിയുമെന്നാണ് ചരിത്ര താളുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഒട്ടോമൻ സാമ്രാജ്യം വരെ ഉള്ള കാലഘട്ടത്തിൽ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ കൊണ്ടുവന്ന പല പുതിയ പുതിയ മാറ്റങ്ങളും, ദാരിദ്ര്യം പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട, സക്കാത്ത് പോലും വാങ്ങാൻ ആളുകളില്ലാത്ത രീതിയിൽ, ദരിദ്രരില്ലാത്ത രീതിയിൽ സമൂഹം മെച്ചപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഇനിയും ഒരു സുവർണ കാലം കൊണ്ടുവരാൻ കഴിയും. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ കൃത്യമായി അതിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് കഴിയും. എന്നാൽ ഇന്ന് നമുക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് സിദ്ധാന്തവും അതുപോലെ പ്രവർത്തനം തമ്മിലുള്ള വിടവാണ്. പലതും പുസ്തകങ്ങളിലും വാക്യങ്ങളിലും മാത്രമായി ഒതുങ്ങിപ്പോകുന്നു. അതിനെ പ്രാബല്യത്തിൽ കൊണ്ടുവരികയോ അത് എങ്ങനെ നടപ്പിലാക്കണമെന്നോ പലരും പഠിക്കുന്നില്ല, അത് മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഒരു വിദ്യാർത്ഥി സമൂഹം എന്ന നിലയിൽ നമ്മൾ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയെ പറ്റി പഠിക്കുകയും അതിനെ ഈ സമകാലിക അവസ്ഥയിൽ ഈ സമൂഹത്തിൽ എങ്ങനെ കൊണ്ടുവരാൻ കഴിയും, അതെങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്താൻ കഴിയും, നമുക്ക് കൃത്യമായി പഠിക്കണമെന്ന് പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.